വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങിയ പലരും സ്ഥാനാർത്ഥികളായിരിക്കും എന്നുള്ളത് വാർത്തകളായിട്ട് വരുന്നുണ്ട്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ, ഒറ്റപ്പാലത്തോ ഷൊർണൂരിലോ PK ശശി, അങ്ങനെ പല പേരുകൾ. ഇപ്പോൾ വളരെ ഈ വിസ്മയം എന്ന് VD സതീശൻ പറയുന്ന ഒരു പേര് വാർത്തകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഉദുമയിൽ മറ്റേ പേരിയ ഇരട്ടക്കൊലക്കേസിൽ കൊല്ലപ്പെട്ട ശരത് ലാലിൻ്റെ സഹോദരി അമൃത കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും എന്ന് കേൾക്കുന്നു. ഈ പേരിയ ഇരട്ടക്കൊലക്കേസ് പ്രേക്ഷകരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അതെന്താണെന്ന് ഞാൻ പറയാം. 2019 ഫെബ്രുവരി 17 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, ശരത് ലാലിനെയും കൃപേഷിനെയും, ശരത് ലാലിന് 23 വയസ്സായിരുന്നു, കൃപേഷിന് 19 വയസ്സായിരുന്നു. ഇവരെ ഈ പേരിയ കല്ലിയോട് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വെച്ച് CPM സംഘം കൂട്ടം ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. ആ കേസിൽ 24 പ്രതികളുണ്ടായിരുന്നു. അതിൽ 14 CPM-കാർക്ക് ശിക്ഷ കിട്ടി. CPM-ൻ്റെ വലിയ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പീതാംബരൻ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. ആദ്യം പീതാംബരനെയും CJ സജിയെയും ആണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നെ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടായിരുന്നു. കുടുംബം ഹൈക്കോടതിയിൽ പോയി CBIക്ക് വിടണം എന്ന് പറഞ്ഞ് അങ്ങനെ തെളിയിക്കപ്പെടുകയും CPM-കാരെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുകയും ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്ത കേസാണ് അത്. ഇത് പെരുങ്കളിയാട്ടവും ആയി ബന്ധപ്പെട്ട ഒരു കേസിൽ തുടങ്ങിയതാണ്. ഈ പെരുങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ശരത് ലാൽ ഉൾപ്പെട്ടിരുന്നു, ഒരു ആക്രമണത്തിൽ ഉൾപ്പെട്ടിരുന്നു. അതിൽ ശരത് ലാലിന് ശിക്ഷയും കിട്ടിയിരുന്നു. ശരത് ലാല് ശിക്ഷ കഴിഞ്ഞ് മോചിപ്പിക്കപ്പെട്ട് മടങ്ങിയെത്തിയ ദിവസമായിരുന്നു ഫെബ്രുവരി 17. മറ്റേ തടവിൽ നിന്ന് പുറത്തേക്ക് വന്ന ദിവസമാണ് CPM സംഘം ശരത് ലാലിനെ കൊലപ്പെടുത്തിയത്. ഈ ശരത് ലാലിൻ്റെ സഹോദരിയാണ് അമൃത. അപ്പോൾ ഇത് ഇങ്ങനെ CPM-ൻ്റെ ഇരകൾ, ഈ ഒരുപാട് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ നിലനിൽക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ ശബരിമല, മറ്റേ കോശി കമ്മീഷൻ റിപ്പോർട്ട്, ഇങ്ങനെ അത് ക്രൈസ്തവർ അത് ഉയർത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ വളരെ വ്യക്തമാണ്. ഈ CPM-ൻ്റെ ഇരകൾ ഇങ്ങനെ പല ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഒരു വലിയ ചർച്ച വിഷയമായിരിക്കില്ലേ CG? അതൊരു ഒരു പ്രശ്നം തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ PK ശശിയൊക്കെ ആയിട്ടൊരു ഗ്രൂപ്പ് പാലക്കാട് ഇവിടെയോ അവർ വിമത ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നുണ്ട്, പലരുടെയും ഗ്രൂപ്പ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു പൊട്ടിത്തെറിയുടെ ലെവലിലേക്കൊന്നും എത്തുന്നില്ല. പഴയ പൊട്ടിത്തെറികൾ ആലോചിച്ച് നോക്കി. 87 MV രാഘവൻ ഒറ്റയ്ക്കാണ് വലിയൊരു പാർട്ടിയെ വെല്ലുവിളിച്ച് ഒരു സംഭവമായിരുന്നു. കേരള രാഷ്ട്രീയത്തെ മുഴുവൻ പിടിച്ചുകുലുക്കി. ഗൗരി അമ്മ പിടിച്ചുകുലുക്കി. അതിനുശേഷം നമ്മുടെ നെയ്യാറ്റിങ്കര ശെൽവരാജിൻ്റെ കാലുമാറ്റം ഒന്ന് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലിക്കുന്നു. അത് നല്ലത് ചീത്തയോ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഒരു എർത്ത് ഷേക്കിംഗ് ഇവൻ്റായിട്ട് ഈ സാധനങ്ങളൊക്കെ നിൽക്കുന്നു. ഇപ്പം ഈ പറയുന്ന കാലുമാറ്റങ്ങൾ, കൂറുമാറ്റങ്ങളൊക്കെ എന്തോ കൊതിക്കറവ് കൊണ്ടോ സ്ഥാനം കിട്ടാഞ്ഞിട്ടൊക്കെയുള്ള നിസ്സാര സംഭവങ്ങളായിട്ട് തോന്നിക്കുന്നു. അങ്ങനെ ആയിരിക്കില്ല, ഒരു പക്ഷേ അത് വലിയ സംഭവമായിരിക്കാം. ബട്ട് പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് പൊതുവെ കുറവാണ്. അതിന് ഞാൻ നോക്കിയിട്ട് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതൊക്കെ നടക്കുന്നു. കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് വന്നു, മറ്റേ ആൾ കൊല്ലത്തൊരാൾ പോയി മുസ്ലിം ലീഗിൽ ചേർന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കിട്ടാത്ത നിരാശ തീരാൻ വേണ്ടിയിട്ടോ ഒക്കെയുള്ള വളരെ ചെറിയ ലെവലിലുള്ള ഓപ്പറേഷൻസ് ആയിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ഗൗരിയമ്മയുടെയോ MV രാഘവൻ്റെയോ അങ്ങനെ ആയിരുന്നില്ല. ഒരു MLA സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട്
പഞ്ചായത്ത് പ്രസിഡൻ്റ് ആക്കിയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല. കുറച്ചെങ്കിലും ഒരു ഐഡിയോളജിക്കൽ ബേസ്, അതിനകത്തും വ്യക്തി താല്പര്യങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഐഡിയോളജിക്കൽ ബേസൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നടക്കുന്ന സംഭവങ്ങൾക്ക് ഒരു റീച്ച് കിട്ടാത്തത് ഇതിനൊരു ഐഡിയോളജിക്കൽ ബേസ് ഇല്ലാഞ്ഞിട്ടാണ്. പേഴ്സണലി ഡിസല്യൂഷൻഡായ ആൾക്കാർ, എക്സെപ്റ്റ് പ്രോബ്ലി ഈ കുഞ്ഞികൃഷ്ണൻ, അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ആണ് അവതരിപ്പിച്ചത്. ശരിയോ തെറ്റോ ആയിക്കോട്ടെ, പാർട്ടി രക്തസാക്ഷിയുടെ പേരിൽ കാശ് പിരിക്കുന്നു, എന്നിട്ട് അത് വിഴുങ്ങുന്നു. സിറ്റിംഗ് MLA തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു. ഇദ്ദേഹം പലതവണ പാർട്ടിയിൽ ഇത് പറഞ്ഞിട്ട് പരിഹാരം ഉണ്ടാകുന്നില്ല. അവസാനം അത് പബ്ലിക്കിൽ പറയുന്നു. അപ്പോൾ അത് പ്രശ്നമായി. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ്റെ മാത്രം ഞാനൊന്ന് സെപ്പറേറ്റ് ആക്കി നിർത്തുന്നത്. ബാക്കിയുള്ളതെല്ലാം സാർ നോക്കിയോ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കിട്ടാനിട്ട് ഇതിൻ്റെ അകത്തെ ഈ TP ചന്ദ്രശേഖരൻ്റെ വിധവ ഒരു ഇര എന്നുള്ള നിലയ്ക്ക് മത്സരിച്ചപ്പോൾ KK രമ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ KK രമയ്ക്ക് വലിയ സപ്പോർട്ട് കിട്ടി, അവർ ജയിക്കുകയൊക്കെ ചെയ്തു, അവർക്ക് പിന്തുണയും ഒക്കെ വന്നു. ഒരു ഇരയാണല്ലോ അവർ എന്ന് പറഞ്ഞതുപോലെ അമൃതയും ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് ഒരു സഹോദരി എന്ന് വരുമ്പോൾ ഈ ഒരു പക്ഷേ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കാൻ കഴിയുന്നൊരു മത്സരമായിട്ട് അത് മാറില്ലേ ഉദുമയെ? അവിടെ എനിക്ക് ഒരു സെക്കൻഡ് ഒരു ചെറിയ ഇൻ്റർവെൻഷൻ നടക്കില്ല. ഈ TP ചന്ദ്രശേഖരൻ കേസിലുണ്ടല്ലോ, ഞാൻ ഒരു സംഘപരിവാർ അനുഭാവി എന്നുള്ള നിലയ്ക്ക് എനിക്കതിന് ഒത്തിരി ഗ്രീവൻസ് ഉണ്ട്. 99-ൽ KT ജയകൃഷ്ണൻ മാസ്റ്ററെ സ്കൂൾ മുറിയിൽ വെച്ച് വെട്ടിക്കൊന്നപ്പോൾ എവിടെയായിരുന്നു TP ചന്ദ്രശേഖരൻ? KK രമയ്ക്ക് അന്ന് മാനവികതയില്ലായിരുന്നു. അതുകൊണ്ട് TP ചന്ദ്രശേഖരൻ മരിച്ചു കഴിഞ്ഞ് പുണ്യാളനായ ആളാണ്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആ ഭാഗത്തെ ക്രൂരന്മാരായ മാർക്സിസ്റ്റുകാരിൽ ഒരാളായിരുന്നു TP ചന്ദ്രശേഖരൻ. മരിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം മഹാത്മാഗാന്ധി ആകുകയും പുണ്യാളനാകുകയും KK രമ മദർ തെരേസയാകുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. അല്ല, ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ പൊളിറ്റിക്കൽ ഇവൻറ്റ്സും ഓരോ പെർട്ടിക്കുലർ മുഹൂർത്തങ്ങളിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നടക്കുന്നതാണ്. അവയ്ക്ക് അതിൻ്റേതായ അർത്ഥങ്ങളും അതിൻ്റേതായിട്ടുള്ള പ്രതിഫലനങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ നമ്മൾ പൊളിറ്റിക്കൽ ഡിസ്കഷൻ എടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കോർത്ത് പോകുമ്പോൾ നമുക്ക് പലതും അങ്ങനെ എളുപ്പത്തിൽ കോർത്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ ഈ TP ചന്ദ്രശേഖരൻ്റെ ആ കൊലപാതകത്തിന് ശേഷം ഞാനവിടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. ഒരു 4000-ലധികം വരുന്നു വലിയ. അന്ന് നമ്മൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിന് നമ്മൾ ഭയങ്കര ഭയപ്പെടലോടെയാണ്. കാരണം നമുക്ക് വേണമെങ്കിൽ ഈ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഓരോ സമയത്തും ഈ പൊളിറ്റിക്കൽ ഇവൻസിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും അതിൻ്റേതായ പൊളിറ്റിക്സും ഉണ്ടാകും. പക്ഷെ പിന്നീട് അത് വേറെ രീതിയിലേക്ക് ഇങ്ങനെ മാറി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു വ്യാഖ്യാനത്തിന് അങ്ങനെ പ്രസക്തിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവർ ഇരയായി കഴിയുമ്പോഴാണല്ലോ അതിൻ്റെ പ്രശ്നം അവർ മനസ്സിലാക്കുന്നത്. അതെ, അതിക്ക് മുമ്പ് അങ്ങനെ അത് മനസ്സിലാക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പേര് ഇരട്ടക്കൊല നടക്കുന്ന സമയത്തും കാസർഗോഡ് ഉണ്ടല്ലേ? ഞാൻ ആ സമയത്ത് മംഗലാപുരത്ത് പോകുന്നു. ഞാൻ മഞ്ചേശ്വരത്ത് എന്താണ് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ. അപ്പം അയാളാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഞാനത് ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് ഭ്രാന്താണ് എന്നാണ് എനിക്കന്ന് തോന്നിയത്. അന്നേരത്ത് നമ്മളുടെ പെട്ടെന്നുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും ഒരു കൊലപാതകത്തെയും ന്യായീകരിക്കാനായിട്ട് പറ്റരുത്. നമ്മൾ ചിലപ്പോൾ ന്യായീകരിച്ചെന്നിരിക്കും, പക്ഷേ അത് പറ്റരുത്. കാരണം നമ്മൾ പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന പ്രക്രിയ എന്ന് പറയുന്നതിന് നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. സാറിനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പക്ഷേ നമ്മൾ പൊളിറ്റിക്സ് ഫൈറ്റേഴ്സായിട്ട് നിൽക്കുമ്പോൾ നമ്മളത് ചെയ്യുകയും നമ്മളതിനെ ന്യായീകരിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ മാറി നോക്കുമ്പോൾ പ്രകടനത്തിൽ നമ്മൾ പങ്കാളിയാളാകുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്ന എന്തും ഗോഷ്ഠി കാണിക്കും. ഇത് ബേസിക്കലി പിയേഴ്സന്റെ ഉള്ളിൽ ഒരു ജനാധിപത്യവാദി ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. അല്ല, നമ്മളിങ്ങനെ മാറിയിരിക്കുമ്പോഴേ നമുക്ക് ആ ജനാധിപത്യ ബോധം ഉണ്ടാവുകയുള്ളൂ. അതും പ്രശ്നമാണ്. ഞാൻ ഇതിൻ്റെ കൂടെയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ഞാനതാണ് ഒരു പ്രകടനം തന്നെ പറഞ്ഞു. ആ പ്രകടനത്തിൽ നമ്മൾ അങ്ങനെ മുഴുകി നമ്മൾ എന്ത് ഗോഷ്ഠിയും വൃത്തിയോടെ കാണിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കത് രസമാണ്. അത് ശരിയാണെന്നാണ് തോന്നുന്നത്. നമ്മൾ തന്നെ മാറി നിന്നിട്ട് ഇതിന് നോക്കിയാൽ എന്ത് വൃത്തിയാണ് നമ്മൾ കാണിക്കണമെന്ന് തോന്നും. ആ ഒരു പ്രശ്നം ഇതിലെല്ലാത്തിലും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ
ശത്രുക്കളെ ഉന്മൂലനം ചെയ്ത് തന്നെയാണ് ലോകമെമ്പാടും അധികാരത്തിൽ വന്നത്. അതിൻ്റെ പേരിൽ തന്നെയാണ് അത് പൊളിഞ്ഞു പോയത്. പക്ഷേ അവരുടെ ഈ അക്രമം അവരുടെ ഒരു ടൂളാണ്, വൺ ഓഫ് ദി ടൂളാണ്. കേരളത്തിലും അവരത് ഇഷ്ടം പോലെ ചെയ്തു, പഞ്ചാബിലും അല്ല അവരുടെ ബംഗാളിലും അത് ചെയ്തു. 34 വർഷം ആ ഒരു ടൂള് വെച്ച് അവർ ഭരിച്ചു ബംഗാളിനെ. പക്ഷേ കേരളത്തിലും അവരത് ചെയ്തെങ്കിലും ഒരു കൗണ്ടർ ഫോഴ്സ് പല രീതിയിൽ വന്നതുകൊണ്ട് അയ്യഞ്ചു കൊല്ലം ഒക്കെ ആയിട്ട് ചെറുപ്പം. അല്ല, കേരളത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞത്. കാരണം കേരളത്തിൽ പാർട്ടിക്കകത്തും ഇതുപോലെ അതിനെതിരെ വിമർശിക്കുന്ന, ഇപ്പോഴാണല്ലോ ഒരു വിമർശനമില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. മറ്റേതെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഒരു കാര്യം ഞാൻ പറയാം. പാർട്ടിക്കകത്ത് അക്രമ രാഷ്ട്രീയം പാടില്ല എന്ന് വാദിച്ചിരുന്നതോ ഇപ്പോൾ വാദിക്കുന്നതോ ആയ ഒരു മനുഷ്യനും ഒറ്റാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ല, ഫൈറ്റ് ഞാനിപ്പോൾ അക്രമ രാഷ്ട്രീയം ഫൈറ്റേഴ്സായിട്ട് നിൽക്കുമ്പോഴേ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുള്ളൂ. നമ്മളതിനകത്ത് നിൽക്കുന്ന സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കും. നമ്മളെ യുദ്ധത്തിലാണ്, അത് യുദ്ധമാണ്. അത് അപ്പുറത്തുള്ളത് എതിരാളിയാണ്. നമ്മളതിൻ്റെ അതേസമയം ഞാൻ എൻ്റെ പ്രസ്ഥാനമായതുകൊണ്ട് ഞാൻ പൊക്കി പറയുന്നില്ല. മാറാട് സംഭവം കഴിഞ്ഞപ്പോൾ തിരിച്ചടിക്കണം എന്ന് RSSൽ ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു. അതിശക്തമായിട്ട് തിരിച്ചടിക്കണം. ആ മീറ്റിങ്ങിൽ അന്ന് ഞാനും ഉണ്ടായിരുന്നു. 2003 ആയിരുന്നു. ആക്റ്റീവ് പ്രവർത്തനത്തിൽ ഞാനുണ്ടായിരുന്നതാണ്. ഞാൻ തിരിച്ചടിക്കണം എന്ന് വാദിച്ചു. അങ്ങനെ പറയുള്ളൂ. ഞാനടക്കമുള്ള ചെറുപ്പക്കാർ അതിശക്തമായിട്ട് തിരിച്ചടി കൊടുക്കണം എന്ന് പറഞ്ഞ് വാദിച്ച് നേതൃത്വം സപ്രസ് ചെയ്യായിരുന്നു. ഞങ്ങൾ നേതൃത്വം പറഞ്ഞ് നിങ്ങൾ പറഞ്ഞത് കേട്ട് കഴിഞ്ഞു, ഇനി മിണ്ടണ്ട, അവിടെ ഇരിക്കുക. അങ്ങനെ പറഞ്ഞ് ഞാൻ അടങ്ങുന്ന ആൾക്കാരെ നിശബ്ദരാക്കുകയായിരുന്നു. പറ്റില്ലായിരുന്നു നേതൃത്വത്തിൻ്റെ നിലപാട്. തിരിച്ചടിച്ചില്ല മാറാട്. അല്ല, അപ്പോൾ ഞാൻ പറയുന്നത് അക്രമരാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നേരിട്ട് RSS തിരിച്ചടി എന്നുള്ള നിലയ്ക്ക് പോലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന നിലപാടെടുത്ത ആ സംഭവം എനിക്കറിയാം. CPMൽ നാളിതുവരെ ഇത്രയും പേര് ആത്മകഥയൊക്കെ എഴുതിയില്ല. O. ഭരതൻ്റെ ആത്മകഥയുടെ പേര് നെരിപ്പോടെന്നാണ്. എന്താ മനുഷ്യൻ നീറിയതെന്ന് സങ്കല്പിച്ചു. ഇവരാരും തന്നെ അക്രമരാഷ്ട്രീയത്തിനെതിരെ ഒരു പാരഗ്രാഫ് എഴുതി ഞാൻ കണ്ടിട്ടില്ല, ഒരൊറ്റ ആത്മകഥയ്ക്ക്. അപ്പോൾ അക്രമരാഷ്ട്രീയം ഒരു പ്രശ്നമായിട്ട് അവർ കാണുന്നേ ഇല്ല. അല്ല, ഞാൻ അതിനകത്ത് പിന്നെ അത് കൊണ്ടു നടന്ന് വോട്ടാക്കി മാറ്റാനായിട്ട് കണ്ടില്ലേ എൻ്റെ മകനെ കൊന്നു കൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വൈകാരികമായിട്ടുള്ളൊരു അവസ്ഥ പറഞ്ഞ് നമ്മളിപ്പോൾ യുദ്ധത്തിലാണെങ്കിൽ നമ്മൾ പല സംഘടനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എതിരാളിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അത് ആ ഫൈറ്റേഴ്സിൻ്റെ ഒരു മാനസികാവസ്ഥയും ഫൈറ്റേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ടൂളുമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് മാറി നിന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ ശരിയല്ല എന്ന് തന്നെ തീരുമാനിക്കേണ്ടി വരും. കേരളം കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാനിതിലേക്ക് വരാണ്. കേരളം കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പറഞ്ഞാൽ നേരത്തേതുപോലെ ഒരു രാഷ്ട്രീയ കൊലപാതകത്തെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു മനസ്സിപ്പോൾ കേരളത്തിനുണ്ട്. നേരത്തെ അങ്ങനെ ന്യായീകരിക്കുമായിരുന്നു കൃത്യമായിട്ട് എല്ലാ വിഷയങ്ങളിലും. ഇപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സില്ല കേരളത്തിൽ. അതങ്ങനെ നമ്മൾ മാറേണ്ട. അങ്ങനെ മാറുന്ന ഒരു സാഹചര്യത്തിലാണ് രാമേന്ദ്രൻ പറഞ്ഞ അമൃതയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം വെച്ചാൽ അവർ രക്തസാക്ഷിയുടെ സഹോദരിയാണ്. ആ ഒരു കാര്യം കൃത്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദുമ എന്ന് പറയുന്ന നിയോജകമണ്ഡലം തന്നെ വളരെ ശ്രദ്ധയിൽ വരും. പക്ഷേ അത് കോൺഗ്രസ്സിന് എത്രത്തോളം ആ സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അല്ലെങ്കിൽ അതിൽ എന്ത് താല്പര്യം അവർക്കുണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു വിഷയമാണ് ശരിക്കും പറഞ്ഞത്. അല്ല, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് വേറെ 2 പേരുകൾ അവിടെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പേര് അവിടെ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ല, അത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. കാരണം MN വിജയൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് മാധ്യമം വാരികയിൽ നിന്ന് മറ്റേ ലേഖനം എഴുതാൻ പറഞ്ഞു. ലേഖനത്തിന്റെ ശീർഷകം തന്നെ ഫ്രോയിഡ് കണ്ണൂർ PO എന്നായിരുന്നു ശീർഷകം. അതിൽ ഞാൻ ചോദിച്ചിരുന്നു, ഈ ജയകൃഷ്ണൻ മാസ്റ്റർ മറ്റേ ക്ലാസ്സിൽ വെച്ച് കൊലപ്പെടുത്തപ്പെട്ടപ്പോൾ അത് കുട്ടികളുടെ മുമ്പിൽ, കുട്ടികളെയൊക്കെ പിന്നെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകേണ്ടി വരുന്നില്ലേ മനഃശാസ്ത്രം. ഈ മനഃശാസ്ത്രി പ്രധാനമായിട്ട് MN വിജയൻ എന്ന് പറഞ്ഞ ആൾ ഇപ്പോഴുണ്ടല്ലോ കണ്ണൂര്. പലരെയും ചികിത്സിച്ചിരുന്ന ആളാണ്. ഈ ഇതൊന്നും ഇല്ലെങ്കിലും
ഇയാളന്ന് എവിടെയായിരുന്നു എന്നുള്ളത് ഈ മരിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ ചോദിച്ചു. അതിന് ജസ്റ്റിഫൈ ചെയ്ത് തന്നെ. അതെ, ജസ്റ്റിഫൈ ചെയ്തേ. അപ്പോൾ ആ പ്രശ്നം ഇപ്പോൾ പിയേഴ്സൺ പറഞ്ഞത് അതിൽ നിന്ന് കേരളം കൂടുതൽ ജനാധിപത്യ ബോധം ഉള്ളതായി മാറി വരുന്നു എന്നുള്ളതാണല്ലോ. അത് CPM തന്നെ മാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ അകത്ത് തന്നെ ആളുകൾ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പോ, ഒറ്റയ്ക്കും തെറ്റിക്കും. അല്ല, അതെങ്ങനെയാണത്? ഇവ സാധനങ്ങളെ മാറ്റുന്നതിൽ നമ്മളുടെ അനുഭവങ്ങളും അതിൻ്റെ ഫലങ്ങളും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതങ്ങനെ മാറി മാറി ഇപ്പോൾ കേരളത്തിന് രാഷ്ട്രീയ കൊലപാതകത്തെ ന്യായീകരിക്കാൻ പറ്റില്ല, പറ്റാത്തൊരു മനസ്സായിപ്പോയി ശരിക്കും. അങ്ങനത്തെ അത് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും. അതിക്കുമ്പോൾ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിരുന്നാണല്ലോ. പക്ഷെ ആ സമയത്തൊക്കെ ഈ കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്ന ഒരു പൊസിഷനായിരുന്നു കേരളത്തിന് മനസ്സെന്ന് പറയുന്നത്. ഈ പറഞ്ഞപ്പോഴാണ് അന്നത്തെ ന്യായീകരണ തൊഴിലാളികൾ തന്നെ ഈ കൊലപാതകത്തിന്. അല്ല, ഞാൻ പറഞ്ഞത് കണ്ണൂരിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ RSSും അതേപോലെ തന്നെ CPM തമ്മിലുള്ള സംഘടനകൾ ഒരു ദിവസം ഒരുത്തൻ്റെ തലയെടുക്കുന്നു, മറ്റൊരു ദിവസം അടുത്ത തലയെടുക്കുന്നു. അതങ്ങനത്തെ ഒരു പരമ്പരയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇന്ന് ഒരു RSSകാരൻ മരിച്ചാൽ നാളെ ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റുകാരനെ കൊല്ലും. മാർക്സിസ്റ്റുകാരൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു RSSകാരനെ കൊല്ലും. അത് ഇന്നാളൊന്നും പ്രശ്നമായിരുന്നില്ല. ഇതിലൊന്നും പങ്കെടുക്കേണ്ട വഴി പോകുന്ന ഒരുത്തിനെ കൊല്ലുന്നത് എന്തൊരു വൃത്തിയായിട്ടൊരു അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ ഭയാനകമായ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരം ചില ഈ കൊലപാതകങ്ങളുണ്ടല്ലോ വലിയ വഴിത്തിരിവായിരുന്നു. വർഗീസിന്റെ കൊലപാതകം, രാജന്റെ കൊലപാതകം, രാജൻ കേസ് അല്ലേ, പിന്നെ TP ചന്ദ്രശേഖരൻ്റെത് എന്ന് പറഞ്ഞ പോലെ ഈ നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നതാണ് ഈ പെരിയ. അവസാനത്താണ് പെരിയ ശരിക്കും. അതെ, അതിൽ നാം കാണുന്ന എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ കൊലപാതകികളെ സംരക്ഷിക്കാനായിട്ടേ ഈ ഭരണകൂടം നിലകൊണ്ടു എന്നുള്ളതാണ്. അതാണ് ഈ ഭരണകൂടത്തിന്റെ അല്ലേ. അല്ല, ഭരണകൂട ഭീകരത എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന എപ്പോഴും ഇത്തരത്തിലുള്ള അതിന് പാർട്ടികളൊന്നും പ്രശ്നമല്ല. ഏത് പാർട്ടി ആയി കഴിഞ്ഞാലും ആ ഭരണകൂട ഭീകരത നിലനിൽക്കുകയും പൗരൻ എന്ന് പറയുന്ന ഈ ഭരണകൂട ഭീകരതയ്ക്ക് വിധേയനായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി. അല്ലെ, അതിന്റെ മർദ്ദനത്തിൽ സ്ഥാനാർത്ഥി ആയേക്കാം കേട്ടപ്പോ തന്നെ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നില്ലേ. തീർച്ചയായിട്ടും അതാണ് അല്ല അത് വളരെ. പക്ഷെ ഞാൻ പറയുന്നത് ഈ നമ്മളീ സംസാരിക്കുന്ന തരത്തിലുള്ള അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ആ പൊളിറ്റിക്സ് എത്രമാത്രം നമ്മുടെ ഈ നേതൃത്വം ഉൾക്കൊള്ളും എന്നുള്ളത് തീരുമാനം വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അല്ല, നേതൃത്വം നേരത്തെ പിയേഴ്സൺ പറഞ്ഞ ആ ജാഥയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ്, ഹിംസയുടെ ജാഥയിലാണല്ലോ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.